ഭൂമിയിലെ ഒരു അത്ഭുത പനേസിയ അഥവാ ഒറ്റമൂലിയാണ്. നല്ല മണ്ണും നല്ല വെള്ളവും നല്ല വെളിച്ചവും നല്ല വായുവും മനുഷ്യന്റെ അവകാശമാണ്. വെള്ളത്തിന്റെ pH 7, അതുപോലെ മനുഷ്യന്റെ ബ്ലഡിന്റെ pH 7. ഏത് മണ്ണിലും ഉണ്ടാകുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ അത്ഭുതങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് കപ്പ കാരണം ഇത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്നു. പ്രമേഹ രോഗികൾ കപ്പ അഥവാ ടാപ്പിയോക്ക കഴിച്ചുകൂടാ. ശരീരത്തിന്റെ pH 7 നിന്ന് താണാൽ നിങ്ങൾ രോഗിയായി. എനിക്കും അറിയാനുണ്ട് ചില കാര്യങ്ങൾ. ചോദ്യങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിക്കാം. മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ്, ചീനിക്കിഴങ്ങ് അപകടകാരിയോ? നമസ്കാരം. ഈ മെഡിക്കൽ ബുള്ളറ്റിൻ അറിവ് പകർന്നു നൽകുക എന്നുള്ള സതുദ്ദേശം മാത്രം. മെഡിക്കൽ ബുള്ളറ്റിൻ റൂട്ട് ക്രോപ്സ് അഥവാ കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയാണ്. ഈ ലോകത്തെ ഭൂമിയിൽ ഞങ്ങളുടെ ഒരു പഠനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 500-ലേറെ തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ ഭൂമിയിലുണ്ട്. ഭാരതത്തിൽ ഏകദേശം 150-ലേറെ തരങ്ങളും. ഈ റൂട്ട് ക്രോപ്സ് അഥവാ കിഴങ്ങ് വർഗ്ഗത്തിൽ ടാപ്പിയോക്ക അഥവാ കപ്പ, മരച്ചീനി എന്നൊക്കെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പറയപ്പെടുന്നു. ഈ കപ്പയിൽ മാത്രമാണ് കൂടുതൽ അന്നജവും നാരും മനുഷ്യന്റെ ശരീരപുഷ്ടിക്കും വേണ്ടത്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് കപ്പ കൊടുത്തുകൂടെന്നാണ് ഞങ്ങളുടെ പഠനം. വിദ്യാർത്ഥികൾക്ക് കാരണം ഇത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്നു. പക്ഷേ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ ചക്കരക്കിഴങ്ങ് അഥവാ മധുരക്കിഴങ്ങ് ഇത് ഭൂമിയിലെ ഒരു അത്ഭുത പനേസിയ അഥവാ ഒറ്റമൂലിയാണ്. കാരണം ഈ ചക്കരക്കിഴങ്ങിൽ ലിഥിയം, യുറേനിയം, B17, അമിഗ്ഡാലിൻ, അയഡിൻ തുടങ്ങി എല്ലാ മൂലകങ്ങളുടെയും ഒരു അത്ഭുത കലവറയാണ് ഈ ചക്കരക്കിഴങ്ങ്. ഇത് 3-4 തരത്തിൽ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ഇത് കഴിക്കുന്നവർക്ക് മാനസിക പ്രശ്നങ്ങൾ, ക്യാൻസർ, അതുപോലെ പലതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ചക്കരക്കിഴങ്ങിന്, മധുരക്കിഴങ്ങിന്, സ്വീറ്റ് പൊട്ടറ്റോന് അപാര കഴിവുണ്ട്. ചുവപ്പ് നിറത്തിലുള്ളതാണ് കൂടുതൽ ഗുണപ്രദമെന്നാണ് ഗവേഷകരായ ഞങ്ങളുടെ കണ്ടെത്തൽ. ഒപ്പം ചേന, എലഫന്റ് യാം ഒരു അത്ഭുത ഖനിയാണ് ചേന. ശ്വേതരക്താണുക്കൾ കുറവുള്ളവരൊഴികെ ക്യാൻസറിനുള്ള മിക്ക രക്താർബുദങ്ങൾക്കും മിക്ക ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും ആന്റി ഓക്സിഡന്റും എല്ലാവിധ മൂലകങ്ങളും മിക്കതും ചേനയിൽ അടങ്ങിയിട്ടുണ്ട്. ചേനയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ക്യാൻസർ രോഗത്തെ മിക്കവാറും 3 സ്റ്റേജ് വരെ, ഒരു പരിധി വരെ ഇത് ക്യാൻസർ രോഗത്തെ പടപൊരുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് രക്താർബുദ രോഗികളിൽ. ഒപ്പം omega-3 എന്ന മീനെണ്ണ ഗുളികയും അഥവാ മീനെണ്ണയും അതും പ്രകൃതിയിലുണ്ട്. ഒപ്പം ഇഞ്ചി, കാച്ചിൽ, കൂർക്ക, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് എന്നിങ്ങനെ 100-ലേറെ വൈവിധ്യങ്ങളുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും അയഡിനും ഒപ്പം പല മൂലകങ്ങൾ കൊണ്ടും വിറ്റാമിൻസുകൾ കൊണ്ടും അത്ഭുത ഖനികളാണ് മിക്ക റൂട്ട് ക്രോപ്സ് അഥവാ കിഴങ്ങ് വർഗ്ഗങ്ങളും. പകുതി വേവിച്ച് തിന്നുന്നതും കറി വെച്ച് കഴിക്കുന്നതുമാണ് ഇത് ഉത്തമമെന്ന് ഞങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ബീറ്റ്റൂട്ടിന് അപാരമായ ഗുണമുണ്ട്. കാരണം വൃക്കയിലെയും ഗാൾ ബ്ലാഡർ അഥവാ പിത്തസഞ്ചിയിലെയും ഒക്കെ കല്ലിനെ പൊടിച്ചു കളയാൻ, കിഡ്നി സ്റ്റോണിനെ പൊടിച്ചു കളയാൻ ബീറ്റ്റൂട്ടിന് അപാര ശേഷിയുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇഞ്ചി ഒരു ഉത്തമ ഔഷധമാണ് ഇഞ്ചി. ഒപ്പം ക്യാരറ്റ്, വൈറ്റമിൻ എ, കണ്ണിന്റെ അസുഖങ്ങൾക്ക് ഉള്ള ഒരു അത്ഭുത മരുന്നാണ് ക്യാരറ്റ്. അതുപോലെ കൂർക്ക അയഡിന്റെ വലിയ സ്രോതസ്സും. ഒപ്പം കൂർക്ക എന്നുള്ളത് മിക്ക മൂലകങ്ങളുടെയും ഒരു കലവറയാണ്. ഇങ്ങനെ 100 കണക്കിന് കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മുടെ കേരളത്തിലും ഭാരതത്തിലുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും കാവ് തടക്കം അയൺ കുറഞ്ഞവർക്കുള്ള അനീമിയയ്ക്കുള്ള ഉത്തമ പ്രതിവിധിയാണ് കാവത്ത് അഥവാ കാച്ചിൽ. ഇത് വെള്ളപ്പയറോ മറ്റ് പയർവർഗ്ഗങ്ങളോ ചേർത്ത് കഴിച്ചാൽ ഒരുപടി മെഡിക്കൽ ബെനിഫിറ്റ് അഥവാ വൈദ്യ ഗുണങ്ങൾ ഈ കാവത്ത് അഥവാ കാച്ചിലിനുണ്ട്. ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കപ്പയൊഴികെ പ്രമേഹ രോഗികൾ കപ്പ അഥവാ ടാപ്പിയോക്ക കഴിച്ചുകൂടാ. മരച്ചീനി ബാക്കി എല്ലാവർക്കും കപ്പയൊഴികെയുള്ള മിക്ക കിഴങ്ങ് വർഗ്ഗങ്ങളും പ്രകൃതിയുടെ അത്ഭുതങ്ങളാണ്. അതുകൊണ്ട് ഇത് പറയാനുള്ള കാരണം നമ്മുടെ മണ്ണിന്റെ pH എന്ന് പറയുന്നത് 7. 7 pH ഉള്ള ഏത് മണ്ണിലും ഉണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ അത്ഭുതങ്ങളാണ്. അതുപോലെ വെള്ളത്തിന്റെ pH 7. അതുപോലെ മനുഷ്യന്റെ ബ്ലഡിന്റെ pH 7. കൃത്യമായിട്ട് പറഞ്ഞാൽ 7.4 to 7.6. അപ്പോൾ ഇത് മൂന്നും ഒന്നായതുകൊണ്ട്
നല്ല വെള്ളം pH കറക്റ്റുള്ള വെള്ളം കുടിക്കുക, അഥവാ കെങ്കൺ വാട്ടർ, അത് pH കറക്റ്റാണ്. 2, pH 7 നല്ല മണ്ണിലുണ്ടാകുന്ന പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും ധാരാളം കഴിക്കുക. ഒപ്പം ശരീരത്തിന്റെ pH 7 നിന്ന് താണാൽ നിങ്ങൾ രോഗിയായി. നിങ്ങളെ 7 to 8 ഇടയിൽ നിലനിർത്തിയാൽ നിങ്ങൾ ആരോഗ്യവാനായി. അപ്പോൾ pH-ന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ലോകത്തെ അറിയിക്കുന്നു. ഇതെല്ലാം കിഴങ്ങുവർഗ്ഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കിഴങ്ങുവർഗ്ഗങ്ങൾ മനുഷ്യൻ ആഴ്ചയിൽ 4 തവണയെങ്കിലും 4 ദിവസമെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണമായി ഉപയോഗിക്കണമെന്നും അത് കറി അഥവാ സബ്ജി മോഡൽ കഴിക്കണമെന്നും പകുതി വേവിക്കുന്നതാണ് ഉത്തമം. മുഴുവൻ വേവിക്കുമ്പോൾ അതിൻ്റെ വൈവിധ്യങ്ങൾ അഥവാ ന്യൂട്രീഷൻ അഥവാ പോഷണം നഷ്ടപ്പെടുന്നു. തീർച്ചയായും എല്ലാവരും കിഴങ്ങുവർഗ്ഗങ്ങളിലേക്ക് തിരിയുക. പക്ഷെ അത് ഗ്യാസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഉരുളക്കിഴങ്ങടക്കം പലരും ഉപേക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഗ്യാസ് എന്നുള്ളത് കിഴങ്ങുവർഗ്ഗമല്ല. മിക്ക ഭക്ഷണങ്ങൾ കഴിച്ചാലും മനുഷ്യന് ഗ്യാസ് വരും. അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കഴിച്ചാൽ ഗ്യാസ് എന്ന പ്രശ്നത്തിന്, ഗ്യാസ്ട്രൈറ്റിസ്, ഒരു പരിധിവരെ പ്രയോജനമാണ്. എന്തായാലും എല്ലാവരും കിഴങ്ങുവർഗ്ഗങ്ങളിലേക്ക് നമുക്ക് 2026 റൂട്ട് ക്രോപ്സ് ഡേ ആയി, കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൊല്ലമായി ആചരിക്കാൻ ഞങ്ങളുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയും ലോക സമാധാന സംഘടനയും ബെസ്റ്റ് ഡീഡ് ലോക പുനരധിവാസ സംഘടനയും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു അന്താരാഷ്ട്ര അതോറിറ്റികളുടെ തീരുമാനമാണ്. കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൊല്ലം. കാരണം കിഴങ്ങുവർഗ്ഗങ്ങൾ ഭൂമിയിൽ നിന്ന് പോയിക്കൂടാ. നല്ല മണ്ണും നല്ല വെള്ളവും നല്ല വെളിച്ചവും നല്ല വായുവും മനുഷ്യന്റെ അവകാശമാണ്. അതുകൊണ്ട് ഞങ്ങൾ 2026 റൂട്ട് ക്രോപ്സ് ഇയറായി ആചരിക്കാൻ ഞങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള തീരുമാനത്തിലാണ്. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, അന്താരാഷ്ട്ര സംഘടനകൾക്ക് വേണ്ടി. താങ്ക് യു.